Good evening, all. Okay, so how are you all? In the New Year Eve ആണ്. So എല്ലാവരുടെയും പ്ലാൻ എന്തൊക്കെയാണ്? What are your plans? എല്ലാവരുടെയും റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ന്യൂ ഇയറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻ സെറ്റ് ആക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യോ? ഐ ആം ഗുഡ് മറിയം, താങ്ക് യു. എന്തൊക്കെയാണ് എല്ലാവരുടെയും ന്യൂ ഇയർ പരിപാടീസ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തൊക്കെയാണെന്നൊന്ന് പറയോ? ഗോൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, വാട്ട് ഇസ് ദ ഗോൾ, നസ്രീന? വേറെ ആർക്കും പ്ലാൻസ് ഒന്നും ഇല്ലേ? നോ പ്ലാൻസ്, നോ റെസൊല്യൂഷൻസ്? Okay, so we'll get back to our self-earning എന്നതാണ് goal. Okay, very good, my dear. I very much pray and hope that you'll be able to achieve it this year. Okay, yeah. So moving on to our class. Today we are having week 19 comprehensive review and preparation. Okay, നമ്മൾ almost കടബാധ്യതകൾ തീർക്കണം. Sure ആയിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും, and I hope so much. Okay, Victor, to plan time for study more. Okay, Vinci. എല്ലാവരുടെയും ആഗ്രഹങ്ങളും റെസൊല്യൂഷൻസും എല്ലാവരും ഒരുപാട് കാലങ്ങളായിട്ട് ട്രൈ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് എല്ലാവർക്കും ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഓക്കെ മൈ ഡിയേഴ്സ്, താങ്ക് യു ഫോർ ഷെയറിങ് ഇറ്റ് ഹിയർ. ഓക്കെ മൈ ഡിയേഴ്സ്, ഓക്കെ, പ്ലാനിങ് ടു സെറ്റിൽ ഇൻ കേരള. ഓക്കെ ഫൈൻ. യാ, അപ്പോൾ ഇന്ന് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഫ്യൂ സെഷൻസിൽ ചെയ്തതുപോലെ തന്നെ പുതിയ ഇൻപുട്സ് ഒന്നുമില്ല. ടുഡേ വിൽ ബി ഹാവിങ് എ കംപ്ലീറ്റ് സമ്മറി സെഷൻ. നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. മെയിൻ ടെക്നിക്സും അതുപോലെ മെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ സ്കിൽസും ആക്ടിവിറ്റീസും ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ച് ക്ലിയർ ആക്കുക. ഓക്കെ, ആൻഡ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അധികവും നിങ്ങളുടെ വരാൻ പോകുന്ന കോംപ്രിഹെൻസീവ് അസസ്മെന്റ്. നമ്മൾ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഈ EEP എന്ന പ്രോഗ്രാം അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്കൊരു കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഉണ്ടാവും. അതായത് ഈ വീക്ക്ലി ടെസ്റ്റ് പോലെ തന്നെ ഇതുവരെ EEPയിൽ കവർ ചെയ്തിട്ടുള്ള ഈ 150 ദിവസത്തെ പോർഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിന്റെ സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫീഷ്യൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എക്സാമിൽ അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് അസസ്മെന്റിൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so today's topic of discussion is mastering integrated language skills for assessment. So today our main objective is to prepare learners for the comprehensive language proficiency assessment, strengthen integrated skills, that is reading, writing, listening, and speaking. So we'll be focusing on professional writing skills, listening and reading comprehension, formal speaking practice, and finally review and goal setting techniques. Okay, so professional writing like വരുന്ന ടൈമിൽ നമ്മൾ ഈ ഇമെയിൽ, ആർട്ടിക്കിൾ, റിപ്പോർട്ട് ഇത് മൂന്നുമാണ് നമ്മളോട് ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഇമെയിലും ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ, ഇമെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ഇമെയിൽസ് എപ്പോഴും വളരെ ഷോർട്ട് ആക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ടുമാറോസ് മീറ്റിംഗ് ഇസ് പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ ഇമെയിലിൽ ആ ഒരൊറ്റ സെന്റൻസിന്റെ ആവശ്യമുള്ളൂ. സബ്ജക്ട് ലൈൻ നിർബന്ധമാണ്. സബ്ജക്ട് ലൈൻ കൊടുക്കുക, എന്താണ്, റിഗാർഡിംഗ് ടുമാറോ സ്കെഡ്യൂൾഡ് മീറ്റിംഗ് അല്ലെങ്കിൽ റിഗാർഡിംഗ് പോസ്റ്റ്പോൺ മീറ്റിംഗ് എന്നുള്ള ജസ്റ്റ് സബ്ജക്ട് ലൈൻ കൊടുക്കുക. ഗ്രീറ്റിംഗ്സ് നമ്മൾ കൊലീഗ്സിനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഹലോ എന്ന് വെക്കുക. അതല്ല നമ്മുടെ ഹയർ അതോറിറ്റിക്ക് ആണെങ്കിൽ റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം എന്നുള്ള ഗ്രീറ്റിംഗ് കൊടുക്കുക, സബ്ജക്ട് ലൈൻ കൊടുക്കുക, മാറ്റർ എഴുതുക, കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, അത്രയും മതി. ഇമെയിൽ ആവശ്യമില്ലാതെ വലിച്ചു നീട്ടണ്ട. റിപ്പോർട്ടിലേക്ക് വരുന്ന ടൈമിൽ ഫ്രം റിപ്പോർട്ട് ടു റിപ്പോർട്ട് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. ഓക്കെ, ഇപ്പോ ചില റിപ്പോർട്ട് എന്ന് പറയുന്നത് സമ്മറി റിപ്പോർട്ട്സ് ആയിരിക്കും. പ്ലീസ് സബ്മിറ്റ് മീ എ സമ്മറി റിപ്പോർട്ട് ഓഫ് യെസ്റ്റർഡേസ് മീറ്റിംഗ് എന്ന് നിങ്ങളുടെ മാനേജർ പറയുന്ന ടൈമിൽ യു ക്യാൻ മേക്ക് ഇറ്റ് ഷോർട്ട്. ഓക്കെ, പക്ഷേ ഇഫ് ദ ക്വസ്റ്റൻ ഇസ് പ്ലീസ് സബ്മിറ്റ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ദ പ്രോജക്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിരിക്കും. സോ പ്രോജക്ട് ഫ്രം സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ എന്താണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ച് എന്താണോ നീഡ് അതനുസരിച്ച് വ്യത്യാസം വരുത്തുക. ബട്ട് മേഡ് ബി ഓഫ് എനി കൈൻഡ്
ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷനിൽ എന്തായിരിക്കണം വേണ്ടത്? എന്താണ് ആ ഒരു റിപ്പോർട്ടിന്റെ പേർപ്പസ്, വൈ ആർ വി റൈറ്റിംഗ് ദാറ്റ് റിപ്പോർട്ട് എന്നുള്ള ഇതായിരിക്കണം ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പൊ പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന്റെ പേര്, അത് ലീഡ് ചെയ്തിരുന്നത് ആരായിരുന്നു, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസും കൊടുക്കുക. ദെൻ കമ്മിങ് ടു ദ ബോഡി പാർട്ട്, പ്രോജക്റ്റ് അപ്ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫൈനൽ അപ്ഡേറ്റ്സ് കൊടുക്കുക, അത് കഴിഞ്ഞ ഡേറ്റ്സ് കൊടുക്കുക, ഇനി നിങ്ങളുടെ മുമ്പിലുള്ള മേജർ ചാലഞ്ച് എന്താണ് എന്നുള്ളത് കൂടെ കൊടുക്കുക. ആൻഡ് കമ്മിങ് ടു കൺക്ലൂഷൻ, ഇറ്റ് ഷുഡ് ബി എ സമ്മറി പ്ലസ് ഫർദർ റെക്കമെൻഡേഷൻ. അതിപ്പോ എന്തെങ്കിലും മാനേജറിനോടുള്ള എന്തെങ്കിലും ഒരു റിക്വസ്റ്റോ റെക്കമെൻഡേഷനോ സജഷനോ ഉണ്ടെങ്കിൽ അതുകൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇനിയിപ്പോ എത്ര വലിയ റിപ്പോർട്ടായാലും എത്ര ചെറിയ റിപ്പോർട്ടായാലും ഈ സ്ട്രക്ചർ ഇത് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, മറ്റൊന്ന് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾസ് അക്കോർഡിംഗ് ടു ദ നീഡ് ആൻഡ് നെസറി നമുക്കൊരു എന്താണ് ഒരു 250 വേർഡ്സ് തൊട്ട് 10,000 വേർഡ്സ് വരെയുള്ള ആർട്ടിക്കിൾ ഒക്കെ എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ അക്കോർഡിംഗ് ടു നീഡ്. നമ്മൾ പൊതുവെ ഒരു അക്കാഡമിക് ആർട്ടിക്കിൾ ഒക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാം വളരെ ലെങ്തി ആക്കുക എന്നുള്ളൊരു ട്രെൻഡ് മാറിയിട്ട് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കുക എന്നുള്ളൊരു ട്രെൻഡിലേക്ക് എത്തി. അപ്പോൾ ഒരു 1000 വേർഡ്സ് ബിയോണ്ട് ഉള്ള ആർട്ടിക്കിൾ ഒന്നും ഇന്ന് ആരും പ്രിഫർ ചെയ്യുന്നില്ല. അത് ജേർണൽസ് ആവട്ടെ, ന്യൂസ് പേപ്പറുകളിലാവട്ടെ, ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ളത്. കാരണം എന്താണ്, ഇന്ന് നമ്മളൊരു ഫാസ്റ്റ് മൂവിങ് വേൾഡിലാണ്. നമ്മളെല്ലാവരും വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരുപാട് ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാം ഒന്ന് ഷോർട്ട് ആക്കി അങ്ങനെ ആ ഒരു പ്രിസൈസ് ഫോർമാറ്റിൽ എഴുതാൻ പഠിക്കുക എന്നുള്ളത് ഇസ് എ ബിഗ് സ്കിൽ. ബൈ നൗ എല്ലാവർക്കും ഇവിടെ ഒരു ടോപ്പിക് തന്നാൽ ഒരു 10 സെന്റൻസ് എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും എഴുതും. പക്ഷെ ഹൗ പ്രിസൈസ്, ഹൗ ക്ലിയർ ആൻഡ് ഹൗ കോൺസൈസ് ദ സെന്റൻസ് ഇസ് എന്നുള്ളത് ഇസ് ദ മാറ്റർ ഹിയർ. ഓക്കെ, സോ പ്രാക്ടീസ് റൈറ്റിംഗ്. ഇടയ്ക്ക് നിങ്ങൾ തന്നെ ഓരോ ടോപ്പിക് ചൂസ് ചെയ്ത് എഴുതുക. ആൻഡ് എന്താണ്, അത് വേണമെങ്കിൽ ChatGPT ഇട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രീസ് ചെയ്യുകയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഈ സെന്റൻസുകൾ ഇങ്ങനെയും എഴുതാമായിരുന്നു. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് റിസോഴ്സസിന് വേണ്ടിയിട്ട് AIs എല്ലാം യൂസ് ചെയ്യാം, ബട്ട് ഷുഡൻ ബി ഓവർ ഡിപ്പെൻഡന്റ്. ഓക്കെ, അത് നമ്മളുടെ സ്കിൽസിനെയും നമ്മളുടെ ക്രിയേറ്റിവിറ്റിനെയും ഇമാജിനേഷനെയും ഒക്കെ അത് ഭയങ്കരമായിട്ട് ഇല്ലാതെയാക്കും. സോ ജസ്റ്റ് മൂവിങ് ഓൺ ടു എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ റൈറ്റിംഗിൽ നമ്മൾ ഇമെയിൽസ് എഴുതി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഓൺ അപ്ഡേറ്റിംഗ് എ ക്ലയന്റ് ഓൺ പ്രോജക്ട് പ്രോഗ്രസ്. ഓൾസോ വി ഹാവ് ഡൺ ആക്ടിവിറ്റീസ് preparing report summarizing workplace productivity findings. ഓക്കെ, സോ എന്ത് റൈറ്റിംഗ് ടാസ്ക് ആയാലും നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ടത് എപ്പോഴും പ്രൂഫ് റീഡ് ചെയ്യുക. ഓക്കെ, ഇമെയിൽ ആവട്ടെ, ആർട്ടിക്കിൾ ആവട്ടെ, ഇനി എന്തും ആവട്ടെ. ഓക്കെ, ബിഫോർ യു സബ്മിറ്റ് ഓർ ബിഫോർ യു ഫൈനലൈസ്, മേക്ക് ഷുവർ യു പ്രൂഫ് റീഡ് ഇറ്റ്. പ്രൂഫ് റീഡിങ് ഇന്ന് നമ്മൾക്ക് എന്താണ് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രാമർലി പോലത്തെ ആപ്പുകളിൽ, ദാറ്റ് ഇസ് ആക്ച്വലി എ പെയ്ഡ് ആപ്പ്, പക്ഷെ അതിൽ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാം. ഞാൻ ഗ്രാമർലിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് അല്ല കേട്ടോ ഇവിടെ ചെയ്യുന്നത്. എനിക്ക് ആകെ അറിയുന്നത് ഇങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വന്നത് അതായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ തിങ്ക് ഫെമിലിയർ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ എഴുതിയത് നമ്മൾ തന്നെ പ്രൂഫ് റീഡ് ചെയ്യുക. ആൻഡ് പ്രൂഫ് റീഡിങ് 2 രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് ദ സെന്റൻസ് ആൻഡ് പാരഗ്രാഫ്. ദാറ്റ് ഇസ്, ഈ സെന്റൻസ് ഇൻട്രൊഡക്ഷനിൽ തന്നെ വരേണ്ടതാണോ, അതല്ലെങ്കിൽ ഈ സെന്റൻസ് ഇനിയും ഇവിടെ ഷോർട്ട് ആക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ, എന്താണ് ഐ ആം വെരി മച്ച് താങ്ക്ഫുൾ എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് ഒരു കുറച്ചും കൂടി ഒരു നേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്ലുവന്റ് ആയ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറുടെ യൂസ് ആണ് എന്താണ്, താങ്ക്സ് എ ടൺ. ഓക്കെ, ഒരുപാട് നന്ദി ഉണ്ട് എന്ന് പറയുന്നത് താങ്ക് യു വെരി മച്ച് എന്നുള്ളത് വളരെ കോമൺ ആണ്. പക്ഷെ ഒരു നേറ്റീവ് സ്പീക്കർ എന്താ താങ്ക്സ് എ ടൺ എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള യൂസേജുകൾ, ഫ്രേസസുകളിൽ വ്യത്യാസം വരുത്തുക, സെന്റൻസുകൾ എഡിറ്റ് ചെയ്യുക, പാരഗ്രാഫിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്തുക, ഇത്തരത്തിലുള്ള ബിഗ് എഡിറ്റ്സ് ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രൂഫ് റീഡിംഗിൽ ഉണ്ടായിരിക്കേണ്ടത്. സെക്കൻഡ് പ്രൂഫ് റീഡിംഗ് ഷുഡ് ബി കോൺസെൻട്രേറ്റഡ് ഓൺ സ്പെല്ലിങ്സ്, പങ്ക്ച്വേഷൻ, ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ, സെന്റൻസ് തുടങ്ങുന്നിടത്ത് ക്യാപിറ്റൽ ഉണ്ടോ, സെക്കൻഡ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് സ്പേസ് വിട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു പ്രൊഫഷണൽ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ പ്ലീസ് ഗിവ് മീ എ തംസ് അപ്പ്. ഇഫ് നോട്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ക്ലിയർ ഇറ്റ് റൈറ്റ് നൗ. Okay, Mariam had said that she have missed in between so classes, so she will complete and let me know. Okay, Mariam. Okay, out of
46 പാർട്ടിസിപ്പൻസ്. എനിക്കൊരു 20 തംസ് അപ്പ് എങ്കിലും കിട്ടിയാലേ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുള്ളൂ കേട്ടോ. ഒരു ആവറേജ് ആൾക്കാരുടെ എങ്കിലും റെസ്പോൺസ് എനിക്ക് കിട്ടണം. ഓക്കെ, താങ്ക് യു. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, ദാറ്റ് ഈസ് ലിസണിങ് കോംപ്രിഹെൻഷൻ ഇൻ കോംപ്ലെക്സ് സിനാരിയോസ്. ഓക്കെ, ഇവിടെ ഇതിനു മാത്രം നമ്മൾ ഒരുപാട് ഈ ലിസണിങ്ങും റീഡിങ് കോംപ്രിഹെൻഷനും ചെയ്തതിന്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇന്ന് നമ്മൾ പ്രൊഫഷണൽ സെറ്റപ്സിൽ അപ്സ്കില്ലിംഗ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഇസ് അപ്സ്കില്ലിംഗ്? എനിവൺ? എന്താണ് അപ്സ്കില്ലിംഗ്? വാട്ട് ഇസ് അപ്സ്കില്ലിംഗ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ? അൺമ്യൂട്ട് ചെയ്ത് പറയണം എന്നുണ്ടെങ്കിലും ദാറ്റ്സ് ഫൈൻ, ഐ ലെറ്റ് യു അൺമ്യൂട്ട്. ഉള്ള സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുക അല്ലെ? ഓക്കെ, ഇന്ന് മുമ്പൊക്കെ നമ്മൾ ഒരു ഡിഗ്രിയും PGയും കഴിഞ്ഞാൽ പിന്നീടും കോഴ്സുകൾ ചെയ്യുക എന്നുള്ളത് അത്ര കോമൺ ആയിരുന്നില്ല. പക്ഷെ ടുഡേ our world and our professional world being very competitive, അപ്സ്കില്ല് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങളിൽ പലരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡിഗ്രിയും PGയും എടുക്കുന്നവരുണ്ട്. മേ ബി ദറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് അപ്സ്കില്ലിംഗ്. ഓക്കെ, അപ്പോ ഇന്ന് എല്ലാ കമ്പനീസും ട്രെയിനിങ്ങിലൊക്കെ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് എംപ്ലോയി ട്രെയിനിങ്, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാമുകളിലെല്ലാം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു കമ്പനീനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ 30 സ്റ്റാഫാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. 10,000 രൂപയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവൈലബിൾ ആണ് എന്ന് വിചാരിക്കാം. ഈ 30 പേരെയും ഈ 10,000 രൂപയുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വിടുന്നതിനേക്കാൾ കമ്പനീസ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും ഫീസിബിൾ ആയിട്ടും കണ്ടിരിക്കുന്ന ഒരു രീതി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or 3 സ്റ്റാഫിനെ മാത്രം ഈ ഒരു ഈവന്റ് അറ്റൻഡ് ചെയ്യാൻ വിടുകയും അതിനുശേഷം ഈ ഈവന്റ് അറ്റൻഡ് ചെയ്ത 2-3 സ്റ്റാഫുകൾ ബാക്കി സ്റ്റാഫിന് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് എ മെത്തേഡ് വെരി കോമൺലി യൂസ്ഡ് ദീസ് ഡേയ്സ്. കാരണം ഈ 30 പേർക്കും 10,000 ചെലവാക്കേണ്ടടുത്ത് എന്ത് ചെയ്തു, ഇവിടെ 30,000-ൽ കാര്യം കഴിഞ്ഞു. എന്നാൽ എല്ലാവർക്കും ആ ഒരു സ്കിൽ ഇവിടെ ലഭ്യമാവുകയും ചെയ്തു. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? എല്ലാവർക്കും ആ ഒരു പോയിന്റ് കിട്ടിയോ? എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ലിസണിങ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ലിസണിങ് എന്ന സ്കില്ല് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല പേഴ്സണൽ ലൈഫിലും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അക്കോർഡിംഗ് ടു റീസെന്റ് സ്റ്റഡീസ്, മിസ്കമ്മ്യൂണിക്കേഷൻസിന്റെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്സിന്റെയും ഏറ്റവും വലിയ ഫാക്ടർ ആയിട്ട് പറയുന്നത് ഫോൾട്ടി ലിസണിങ്ങിനെയാണ്. ഓക്കെ, നമ്മൾ പറയില്ല അയ്യോ പറഞ്ഞത് മാറിപ്പോയി, കേട്ടത് മാറിപ്പോയി എന്നൊക്കെ പറയാറില്ലേ? സോ മിസ്കമ്മ്യൂണിക്കേഷൻസിന്റെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും ഏറ്റവും വലിയ ഫാക്ടർ ആയിട്ട് നമ്മൾക്ക് ഈ ഫോൾട്ടി ലിസണിങ്ങിനെ കാണാം. കാരണം നമ്മൾ അധികം ആൾക്കാരും കേൾക്കുന്നത് എപ്പോഴും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ കേൾക്കാൻ വേണ്ടി കേൾക്കുന്നവർ കുറവാണ്. ഓക്കെ, അപ്പോ ലിസൺ എന്ത് ആവട്ടെ, പ്രൊഫഷണൽ ആവട്ടെ പേഴ്സണൽ ആവട്ടെ, എവിടെയായാലും നിങ്ങൾ എന്ത് ലിസൺ ചെയ്യുന്ന ടൈമിലും മൈൻഡ്ഫുൾ ആയിട്ട് ലിസൺ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് കേൾക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ മാറ്റി വെച്ച്, അത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ടൈമിലായിക്കോട്ടെ, നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ടൈമിൽ ആയിക്കോട്ടെ, അത് ആ ഒരു വ്യക്തിനെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ട് വരും. ഓക്കെ, ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാണെന്ന് അറിയില്ല. ഐ ഹാവ് നോ ഐഡിയ. കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, മേ ബി ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരുണ്ടാവാം. ബട്ട് വാട്ട് ഐ എക്സ്പെക്ട് യു ടു ഡു ഇസ്, നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ ലിസൺ ചെയ്യുക. ഞാനിവിടെ പറയുന്ന ഇൻഫർമേഷൻസും പോയിന്റ്സും നിങ്ങൾ കംപ്ലീറ്റ്ലി 100% ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈൻഡ്ഫുൾ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലോയിൽ ആ ഒരു ലിസണിങ് ടാസ്കിലേക്ക് മാത്രം കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ലിസൺ ചെയ്യുക, വിച്ച് ഇസ് ഗോയിങ് ടു ബി വെരി ടൈം സേവിങ്. അതെങ്ങനെയാ ടൈം സേവിങ് ആവുന്നത്? പല പ്രാവശ്യം ലിസണിങ് കോംപ്രിഹെൻഷൻ ഉള്ള ടൈമിൽ നിങ്ങൾ ഓഡിയോസ് ഒന്നിലധികം തവണ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എ ബിഗിനർ ദാറ്റ്സ് ഓക്കെ. അത് മൈൻഡ്ഫുൾ അല്ലാഞ്ഞിട്ടല്ല, നമുക്ക് ആ വാക്കുകളും വൊക്കാബുലറി ഒക്കെ ഗ്രാസ്പ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടാവും. അതല്ലാതെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയതിനു ശേഷം ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാത്തത് കാരണം എന്ത് ചെയ്യേണ്ടി വരും? ഓഡിയോ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടി വരും. ബട്ട് ഇഫ് യു ആർ ലിസണിങ് വിത്ത് കംപ്ലീറ്റ് അറ്റൻഷൻ, ആ ഒരു 1 ടൈം ലിസണിങ് തന്നെ മതിയാവും. ഓക്കെ, സോ നമ്മൾ ലെക്ചേഴ്സ് ആവട്ടെ, മീറ്റിംഗ്സ് ആവട്ടെ, സെമിനാർ ആവട്ടെ, പോഡ്കാസ്റ്റ് ആവട്ടെ, പ്രൊഫഷണൽ മീറ്റിംഗ്സ് ആവട്ടെ, പേഴ്സണൽ ലൈഫ് കൺവേഴ്സേഷൻസ് ആയിരിക്കട്ടെ. പേഴ്സണൽ ലൈഫ് കൺവേഴ്സേഷൻസിൽ നോട്ട് ടേക്കിംഗ് ഒന്നുമില്ല, ബട്ട് ലിസൺ കെയർഫുള്ളി.
ഇനി മീറ്റിംഗ്സ്, സെമിനാർ, നിങ്ങളുടെ അക്കാഡമിക് ലൈഫിലൊക്കെ ആവുമ്പോൾ ടേക്ക് നോട്ട്സ്. ഓക്കെ, ദെൻ ഐഡന്റിഫൈ മെയിൻ പോയിന്റ്സ്. ടോൺ അനാലിസിസ് നമ്മൾ പറഞ്ഞു, നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ടോണിൽ നിന്ന് മനസ്സിലാക്കുക. ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ആരും ഹ്യൂമർ ചേർത്ത് പറയില്ല. അതേസമയം എന്താണ്, ഇന്നത്തെ സോഷ്യൽ മീഡിയ യൂസേജിനൊക്കെ കുറിച്ച് ആൾക്കാർ അവെയർ ആക്കാൻ ഹ്യൂമറും ട്രോളൊക്കെ യൂസ് ചെയ്തിരുന്നു. ട്രോൾ എന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രോൾസും മീംസും ഒക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും കൂടെ ഉള്ളൊരു, ആദ്യം അത് തമാശയ്ക്ക് വേണ്ടി മാത്രം തുടങ്ങിയിരുന്നാണെങ്കിൽ പോലും ഇന്നൊക്കെ ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കെമിസ്ട്രി പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ട്രോൾസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്പീക്കറിന്റെ ടോൺ മനസ്സിലാക്കുക ആൻഡ് സ്പീക്കർ ഇന്റന്റ്. ഇപ്പോ ഒരു സ്പീക്കർ മേ ബി സ്പീക്ക് ചെയ്യുന്ന ടോപ്പിക് വിൽ ബി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ക്രീൻ ടൈം ആൻഡ് എഫക്റ്റീവ് സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്പ് ക്വാളിറ്റി എന്നതായിരിക്കും. ഓക്കെ, അവിടെ മേ ബി അദ്ദേഹത്തിന്റെ മേജർ കൺസേൺ എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം ആയിരിക്കും. പക്ഷെ കേൾക്കുന്ന വ്യക്തി എന്താണ്, സ്ലീപ്പ് ക്വാളിറ്റിനെ കുറിച്ചിട്ടായിരിക്കും അതിന്റെ മേജർ. ഇവിടെ ഓക്കെ, ദ ടോപ്പിക് ഇസ് ദ റിലേഷൻഷിപ്പ് അബൌട്ട് സ്ക്രീൻ ടൈം ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എന്നതാണ് ടോപ്പിക്. പക്ഷെ അവിടെ ആ ഒരു സ്പീക്കറിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് മേജർ ആയിട്ട് ആ സ്ക്രീൻ ടൈമിന്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ കോൺസിക്വൻസ് പറയുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് എന്തിനു കൊടുത്തു, സ്ലീപ്പ് ക്വാളിറ്റിക്ക് കൊടുത്തു. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീക്കറിന്റെ ടോൺ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്പീക്കർ സ്ട്രെസ് ചെയ്യുന്നതും റിപ്പീറ്റ് ചെയ്യുന്നതും വേർഡ്സ് എന്താണ്, പോയിന്റ്സ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ കമ്മിങ് ടു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് എന്താണ്, എന്തെങ്കിലും ഒരു 3 minute ഓഡിയോ 2 minute ഓഡിയോ ഓൺ എ ഡെയിലി ബേസിസ് കേട്ട് അതൊന്ന് സമറൈസ് ചെയ്ത് കുറച്ച് ദിവസം ഒരു 10 days കണ്ടിന്യൂസ് ചെയ്താൽ തന്നെ യു വിൽ ബി thorough with this technique. Okay, so to develop this skill you can listen to a panel discussion or an interview and summarize the main arguments. Okay, നിങ്ങൾക്ക് എപ്പോഴും ഇന്റർവ്യൂ കേട്ട് സമറൈസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവിടെ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ഗ്രാമർ സ്ട്രക്ചറും കൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ എന്താണ്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ തറവാക്കാൻ പറ്റും. ഓക്കെ, സോ if everything is clear, you can give me a thumbs up. If not, you can ask me the doubts. Okay, so let's move on to next slide. Integrated reading and listening practice. നമ്മൾ ഒരു 4 to 5 times and last ക്ലാസ്സിൽ എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ആക്ടിവിറ്റി എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് വാസ് കമ്പൈനിങ് റീഡിങ് എ ടെക്സ്റ്റ് വിത്ത് ലിസ്ണിംഗ് ടു റിലേറ്റഡ് ഓഡിയോ ക്ലിപ്പ്. അതായത് ഒരേ ഇൻഫർമേഷൻ തന്നെ 2 സോഴ്സിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് സമറൈസ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റി നിങ്ങളുടെ ഡെയിലി ടാസ്കിൽ ഒരു 5 to 6 times എങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം വളരെയധികം നമ്മളെ സ്കിൽസ് ഇന്റഗ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആയിരുന്നു അത്. ബട്ട് ലാസ്റ്റ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചപ്പോൾ അത് ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് തന്നെ നിർബന്ധമായിട്ടും എല്ലാവരും ഒരെണ്ണമെങ്കിലും അത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സോ ജസ്റ്റ് can I please know, is there anyone who did that activity? ആക്ടിവിറ്റി ചെയ്ത ആരെങ്കിലും ഉണ്ട്? അതായത് ഒരു ഇൻഫർമേഷൻ 2 സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുകയും ദാറ്റ് ഈസ് ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നു, അതിന്റെ സമ്മറി എഴുതുന്നു, ഓഡിയോ കേൾക്കുന്നു, അതിന്റെ സമ്മറി എഴുതുന്നു, അതിനുശേഷം കമ്പൈൻഡ് സമ്മറി എഴുതുന്നു by stressing on important points, major differences and then similarities. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇല്ലെങ്കിൽ നോ എന്ന് കൂടെ പറഞ്ഞോളൂ. Not even a single person out of this 44 participants. ഒരാളെങ്കിലും? No. Okay. I expect at least one yes. Is Gauri absent today? Gauri ഉണ്ടല്ലോ ക്ലാസ്സില്. ഹായ് ഗൗരി. ഇന്ന് ഗൗരിയുടെ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ. ഗൗരിനെ ഞാൻ അങ്ങനെ എടുത്തു വെച്ചത് വേറെ ഒന്നുമല്ല, റെഗുലർ സ്റ്റുഡന്റ് ആണ്. Day 1 തൊട്ട് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. സോ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഓർമ്മയുണ്ടാവും, അതുകൊണ്ട് ചോദിച്ചാണ്. Okay, so I am again requesting you all, please do one of this task. Okay, നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു I think day between ഒരു 90 to 100 അല്ലെങ്കിൽ 110 ഇടയിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആ ഒരു ഡേ ഓർമ്മയില്ല. എന്തായാലും നിങ്ങളുടെ ഒരു 4-5 ദിവസത്തെ ടാസ്ക് ഇത് തന്നെയാണ്. Okay, that is reading a text, listening to an audio, related audio, and then summarizing information from both the sources. Okay.
സോ ഇതിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഹൈലൈറ്റിംഗ് സിമിലാരിറ്റീസ്, ഡിഫറൻസസ് ആൻഡ് എക്സ്ട്രാക്ടിങ് കീ മെസ്സേജസ്. അതായിരുന്നു ഇവിടുത്തെ മേജർ ടാസ്ക്. ഇവിടെ നമ്മൾ എന്താണ് റീഡിങ്, ലിസണിങ്, ക്രിട്ടിക്കൽ അനാലിസിസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐ എം again requesting you all to please attempt one of these activities. Okay, yeah. Next we are moving on to speaking practice for formal settings. ഇവിടെ അധിക ആൾക്കാരുടെയും ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ്, നമ്മളിപ്പോ സ്പോക്കൺ ഇംഗ്ലീഷ് തന്നെയാണ് അല്ലെ പറയാറ്. പക്ഷെ നമ്മളൊരു ലാംഗ്വേജിൽ ഫ്ലുവന്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് വെറുതെ സംസാരിച്ച് പഠിച്ചാൽ മാത്രം പോരാ. സ്പീക്കിംഗിൽ ഫ്ലുവന്റ് ആവണം എന്നുണ്ടെങ്കിൽ സ്പീക്ക് ചെയ്ത് തന്നെ പഠിക്കണം. പക്ഷെ നമുക്ക് ആ ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അഡ്വാൻസ്ഡ് ആവണം, അല്ലെങ്കിൽ പ്രൊഫീഷ്യന്റ് ആവണം, അല്ലെങ്കിൽ എക്സൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ we need to excel all 4 skills, that is listening, reading, writing and speaking. Okay, so നമ്മൾ സ്പീക്കിംഗിലേക്ക് വരുന്ന ടൈമിൽ മേജർ ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ഏരിയ എന്ന് പറയുന്നത് ആ ഫ്ലുവൻസി. ഫ്ലുവന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അത്യാവശ്യം വൊക്കാബുലറി അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ വിചാരിക്കുകയാണ് എനിക്ക് നാളെ സ്കൂളിൽ പോകണം. പക്ഷെ നമുക്ക് ഈ പോണം എന്നുള്ളതിന് എന്ത് ഇംഗ്ലീഷിൽ പറയും? ഗോ എന്നതാണ് വേർഡ്. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമാറോ. അപ്പോ നാളെ പോവും, ഫ്യൂച്ചർ ആണ്. ഐ ഗോ സ്കൂൾ ടുമാറോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവോ? ഇല്ല. സോ ഫ്ലുവന്റ് ആവണമെങ്കിൽ നമുക്ക് വൊക്കാബുലറി അറിയണം. നമ്മളുടെ ലാംഗ്വേജിലെ ഓരോ വേർഡിനും ഇംഗ്ലീഷ് വേർഡ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വൊക്കാബുലറി ഉണ്ടായിരിക്കണം, ഗ്രാമർ അറിഞ്ഞിരിക്കണം. ഈസ് ആണോ, ആർ ആണോ, വിൽ ആണോ, വാസ് ആണോ, വേർ ആണോ, ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള ഗ്രാമർ സ്ട്രക്ചേഴ്സ് അറിഞ്ഞിരിക്കണം, ടെൻസുകൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഇസ് ക്ലാരിറ്റി. നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുക. അതിന് നമുക്ക് മെയിൻ വേണ്ടത് പ്രൊനൗൺസിയേഷൻ സ്കിൽസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ ലീസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് പ്രൊനൗൺസിയേഷൻ സ്കിൽ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. ഇഫ് യു ഡോണ്ട് ഹാവ് ദ കോൺഫിഡൻസ് ടു സ്പീക്ക് അപ്പ്, നിങ്ങൾ ആരും ഒരിക്കലും സ്പീക്ക് ചെയ്യില്ല. And the only way to build confidence is to start speaking. തുടക്കത്തിൽ തെറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്താ പറയാ, I have started speaking English from my age 4. Okay, because ഞാൻ സ്കൂളിംഗ് ചെയ്തത് ഖത്തറിലായിരുന്നു. സോ നമുക്ക് വേറെ കമ്മ്യൂണിക്കേഷൻ വേറെ വഴിയില്ല, നിവൃത്തിയെടുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയതാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ടീച്ചർ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ ഒന്ന് കരയുമായിരുന്നു, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയപ്പോൾ നേരെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. അതിന് മുമ്പ് എനിക്ക് ഇംഗ്ലീഷിനൊരു എക്സ്പോഷറും ഇല്ല. സോ ആഫ്റ്റർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓർ നോയിങ് ഇംഗ്ലീഷ്, having known this language for all these 20 years, I still make mistakes. Okay, that's not a big deal. നമ്മൾ അത്യാവശ്യം ഒരു ഫ്ലുവൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വള്ളി പുള്ളി വിടാതെ തെറ്റാതെ സംസാരിക്കുക എന്നുള്ളതില്ല. കാര്യങ്ങൾ കൺവേഡ് ആയിരിക്കണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം മേജർ ആയിട്ടുള്ള ഒരു ഗ്രാമർ സ്ട്രക്ചറിൽ മിസ്റ്റേക്ക് വരുന്ന ടൈമിൽ അത് മറ്റുള്ളവർക്ക് എന്താണ്, ചിരിക്കാനൊരിടയാണ്, അല്ലെങ്കിൽ കളിയാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമ്മളൊരു ഇപ്പോൾ നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ ബാക്കി എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, ബട്ട് എന്താണ്, പറഞ്ഞ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മൈസെൽഫ് സിറ്റിംഗ് ഹിയർ, ബിഫോർ ഞാൻ മുമ്പേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈക്കോളജി ആണ്. ഓക്കെ, ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരു കോഴ്സും ചെയ്തിട്ടില്ല. ഓക്കെ, ബട്ട് the only experiences I have is I have been speaking English for the past 20 years. Okay, so our confidence നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, തെറ്റിയാലോ എന്ന പേടിയുണ്ടാവും, അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. സോ ആദ്യം എന്താണ്, 1 or 2 ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുക, പിന്നെ ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 to 6 ആൾക്കാരുടെ ഇടയിൽ, അങ്ങനെ പയ്യെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് ബോക്സിന്റെ പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു വെരി എഫക്റ്റീവ് ടെക്നിക് ഇസ് മിറർ ടോക്ക് ആൻഡ് റോൾ പ്ലേ. മിററിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക. ഓക്കെ, ഇമാജിനറി ഓഡിയൻസ്, മുമ്പിൽ ഓഡിയൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് സംസാരിക്കുക. നെക്സ്റ്റ് ഇസ് റോൾ പ്ലേ. നിങ്ങൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിനേക്കാൾ മുമ്പ് ഇന്റർവ്യൂവറും ഇന്റർവ്യൂയിയും നിങ്ങൾ തന്നെയായിട്ട് ഒരു റോൾ പ്ലേ ചെയ്യുക. അപ്പൊ എന്താണ്, നാളെ ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് നമ്മൾ ഓൾറെഡി ഇമാജിൻ, ഒരു വിഷ്വലൈസ് ചെയ്തതുകൊണ്ട് നമുക്ക് ടെൻഷൻ കുറക്കാൻ സാധിക്കും. ഓക്കെ, സോ deliver a short presentation on a professional topic, role playing a team meeting scenario, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ, കൊലീഗ്സിന്റെ ഇടയിലോ ഫാമിലിയുടെ ഇടയിലോ അങ്ങനെ നിങ്ങൾ ഒരു സ്പേസ് കണ്ടെത്തുക. എല്ലാവർക്കും അതിനുള്ള, എല്ലാവരുടെയും
എന്താണ് ലിവിങ് സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. അപ്പൊ എനിക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ ഉള്ള 45 ആൾക്കാരും ഡിഫറെന്റ് ജോബ്, ഡിഫറെന്റ് സ്ഥലങ്ങളിലുള്ള ഡിഫറെന്റ് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിൽ ഇത്തരത്തിലുള്ളതൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തും. ഡെയിലി 10 മിനിറ്റ്സ്, റെസൊല്യൂഷൻ ഇല്ലാത്തവർ ഇതൊരു റെസൊല്യൂഷൻ ആയിട്ട് വെച്ചോളൂ. ഡെയിലി 10 മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാറ്റിവെക്കും. ഓക്കെ, 24 hours 10 മിനിറ്റ്സ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, അതൊന്നില്ലെങ്കിൽ രാവിലെ എണീറ്റിട്ടുള്ള 10 മിനിറ്റ് ആണെങ്കിൽ വെരി ഗുഡ്. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെയുള്ള 10 മിനിറ്റ്, അല്ലെങ്കിൽ കിടക്കുന്നതിനേക്കാൾ മുമ്പുള്ള 10 മിനിറ്റ്. കിടക്കുന്നതിനേക്കാൾ മുമ്പുള്ള 10 മിനിറ്റ് എല്ലാവർക്കും മടിയായിരിക്കും, എങ്ങനെയെങ്കിലും ബെഡിൽ എത്തിയാൽ മതി എന്നുള്ള മൂഡിലായിരിക്കും. സോ എന്താണ് ആ വേക്കപ്പ് ടൈമിൽ തന്നെ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു 10 മിനിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഓക്കെ, അതുപോലെ ജോബിന് വേണ്ടി ട്രാവൽ, ബസ്സിലോ കാറിലോ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ടൈം നിങ്ങൾ എന്താണ്, ഇന്നാൾ നമ്മളുടെ ഇവിടെ ഉള്ള ഒരു ലേണർ തന്നെ പറഞ്ഞിരുന്നു, ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതായത് ഇപ്പോ ഇന്ന് രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം, അപ്പൊ ആ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾ ഇംഗ്ലീഷിൽ ആലോചിക്കാം. ഓക്കെ, ഫസ്റ്റ് ഐ നീഡ് ടു ബൈ ആട്ട. Okay, then I need to mix the atta with water and make the dough. Then I need to knead the dough. എന്നിങ്ങനെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആലോചിക്കുക. ഓക്കെ, നീഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആ കുഴക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നീഡ് ചെയ്യുക എന്ന് പറയുന്നത്, നീഡ് ദ ഡോ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്താണ് നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, ഇപ്പൊ ഈ നീഡ് ചെയ്യുക എന്നുള്ള KNEAD എന്നാണ് കേട്ടോ ഈ നീഡിന്റെ സ്പെല്ലിംഗ്, നോട്ട് ദി അതർ നീഡ്. അപ്പൊ ഇത്തരത്തിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ വൊക്കാബുലറി പോലും നമ്മൾക്ക് ഈ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു തിങ്കിങ് ടെക്നിക്കും യു കെൻ ട്രൈ. Yeah, and a key tip, you can record your speech to identify areas for improvement. That is fluency, tone, pronunciation. And if you video record, you can also look into your body language. So am I clear to you all? If it's clear, give me a thumbs up. If you have any doubts, please do ask. Hello, ma'am. Hello. Yes, Remya, tell me. ഞാൻ ഇന്നാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്, ഈ മീറ്റിംഗിൽ. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ Okay, Remya. Okay. കുറെ സെഷൻസ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ I'll ചെയ്യാൻ let you know. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ, ടു ഓൾ ദ രമ്യ അല്ലാണ്ട് ഇവിടെ വേറെ ന്യൂ ജോയിനീസ് ഉണ്ടെങ്കിൽ അവരോട് കൂടെയാണ് പറയുന്നത്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ രമ്യ. ഓക്കെ. ഓക്കെ, നമ്മൾ ഈ EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ആസ് ദ നെയിം സേസ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിക്ടർ CS, ഇന്നല്ലല്ലോ ഫസ്റ്റ് ക്ലാസ്, വിക്ടറിനെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ. ഒരു 150-day പ്രോഗ്രാം ആണ്. ഹൗ ഇറ്റ് വർക്ക്സ് ഇസ്, നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ വാട്സപ്പിൽ ഒരു ടാസ്ക് ലഭിക്കും. ആ ടാസ്കുകൾ ചെയ്യുക, ആൻഡ് വീക്ക്ലി വൺസ് ആ ടാസ്കുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു 150 ഡേ സൈക്കിളിന്റെ ലാസ്റ്റ് എത്തി നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് 140 days ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ന്യൂ കമേഴ്സ് ആരും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കിനി ഒരു അസസ്മെന്റ്, ഒരു ടെസ്റ്റ് വരാനുണ്ട്. അതായത് ഈ 150 days പഠിച്ചത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസസ്മെന്റ് വരാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്തവര് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, നിങ്ങളുടെ ഒരു ലെവൽ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും വീണ്ടും ഈ EEP എന്ന് പറയുന്നത് day 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, ഇഫ് നോട്ട് അത് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് യുവർ മെന്റേഴ്സ് വിൽ ബി ലെറ്റിംഗ് യു നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് ഇത് തന്നെ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ day 1 തൊട്ടുള്ള ടാസ്കുകളും, ഇതിപ്പോ നമ്മളുടെ 19th ലൈവ് സെഷൻ ആണ്. ഓക്കെ, week 1, അതായത് 19 weeks കഴിഞ്ഞു. നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 2 ലൈവ് സെഷൻ കൂടെയൊക്കെ ഈ ഒരു സെഷനിൽ ബാക്കി ഉണ്ടാവുള്ളൂ. എല്ലാ ലൈവ് സെഷൻസും നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ ഓൾ ദ ന്യൂബീസ്, ഇസ് ഇറ്റ് ക്ലിയർ? രമ്യ, അഖിൽ, സന്ധ്യ, ക്ലിയർ ആണോ? ഓക്കെ, so ഇതിന്റെ further clarification you can ask to your mentors. Okay, they'll help you. Okay, thank you my dears. Okay, moving on to next, that is self reflection and goal setting. അതായത് ഇപ്പൊ ഈ ഒരു 150 day പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞാലും നമ്മളുടെ ഇംഗ്ലീഷ് ലേണിംഗ് ജേർണി ഇവിടെ നിന്ന് പോരുത്. ഈ 150 days നിങ്ങൾ എന്താണ് ഒരു അമേരിക്കൻ നേറ്റീവ് സ്പീക്കറിനെ പോലെ ഇംഗ്ലീഷ് പറയില്ല. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് എത്രയും ഇൻപുട്സ് മാക്സിമം തരാൻ പറ്റും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ ഇൻപുട്സ് എന്താണ്, നിങ്ങൾക്കൊരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലേണിങ്ങിനുള്ള ബേസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഓക്കെ, ബട്ട് ഫെർദർ പ്രാക്ടീസിങ് എന്നത് നിങ്ങൾ തന്നെ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങൾ ഒരു 3-4 months അത് സംസാരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇതുവരെ ന്യൂ കമേഴ്സ് അല്ലാതെ ഇതുവരെ എന്താണ് ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് day 1 തൊട്ടല്ലെങ്കിൽ പോലും ആ ഒരു day 20-30s ജോയിൻ ചെയ്തവർ റൈറ്റ് സെൽഫ് റിഫ്ലക്ഷൻ. അതായത് നിങ്ങൾ ലിസണിങ് ഈ EEPയിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പും ശേഷം സ്പീക്കിംഗ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ജോയിനിങ് ടൈമിലും ഇപ്പോഴും റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഈ 4 സ്കിൽസിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ഡിഡ് EEP ഹെൽപ്പ് യു? ഇനി നിങ്ങളെ EEP ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നിക്സ് ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് റിഫ്ലക്ഷനിൽ അതുകൂടെ എഴുതുക. ഓക്കെ, ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നിങ്ങളൊരു പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവ് സെഷനിൽ നിങ്ങൾ അത് എനിക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ I can take it as a constructive feedback. Okay, സോ ഈ ഒരു സെൽഫ് റിഫ്ലക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയാസും നിങ്ങളുടെ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അതായത് ഓക്കെ, ഇപ്പോ എന്റെ റൈറ്റിംഗ് വലിയ കുഴപ്പമില്ല, സ്പീക്കിങ്ങും റീഡിങ്ങും ഓക്കെയാണ്, അല്ലെങ്കിൽ ലിസണിങ്ങും സ്പീക്കിങ്ങും ഓക്കെയാണ്, റീഡിങ്ങിലാണ് എനിക്ക് പ്രശ്നം വരുന്നത് എന്നുള്ള ആ ഒരു ഏരിയ. പിന്നെ റീഡിങ്ങിൽ എന്താണ് പ്രശ്നം? പ്രൊനൗൺസിയേഷൻ ആണോ? അപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുന്ന ടൈമിൽ എന്താണ് സ്പെസിഫിക് ആവുക. ഐ ആം ഗുഡ് ഇൻ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ബട്ട് നോട്ട് ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് എന്താണ്, ഐ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ഇൻ ലിസണിങ് ബട്ട് അറ്റ് ടൈംസ് ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ക്യാച്ച് അപ്പ് വിത്ത് ദ ടോൺ ഓഫ് നേറ്റീവ് സ്പീക്കേഴ്സ്. അപ്പോൾ വളരെ പെർട്ടിക്കുലർ ആയിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടും ഓരോ ഏരിയയിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ സ്കോപ്പ് ഉള്ള ഏരിയ ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. Okay, did you get the point? Yeah. So as a practical activity, and writing personal goals for the upcoming comprehensive assessment, create an action plan to address weakness. Okay, അതായത് സ്ട്രെങ്ത്തുകൾ ഓക്കെ, നമുക്കത് അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത ഏരിയാസിനെയാണല്ലോ നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇനി വീക്ക്നെസ് അല്ലെങ്കിൽ ഇപ്പൊ ഗ്രാമർ ഫ്ലുവൻസി അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ, പങ്ക്ച്വേഷൻ, അങ്ങനെ ഏത് ഭാഗങ്ങളിലാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്പീക്കിങ്ങിലാണ് ബുദ്ധിമുട്ട്. ഓക്കെ, സോ 3 days a week I'll devote 10 minutes in speaking with my friend in English. Once a month I will do a presentation in front of my team. എന്നിങ്ങനെ എന്താണ് ഒരു ആക്ഷൻ പ്ലാൻ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഗോൾസ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സ്മാർട്ട്, ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്, മെഷറബിൾ. ഓക്കെ, സോ ഇവിടെ കീ എക്സാമ്പിൾ ഗോൾ ഇങ്ങനെയായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. An example goal has been given here, that is, my goal is to reduce hesitation in speaking by practicing 5-minute speeches daily. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങളും ഗോൾസ് സെറ്റ് ചെയ്യുക, അതോടൊപ്പം എന്താണ് ആ ഗോളിലേക്ക് എത്താനുള്ള ആക്ഷൻ പ്ലാൻ കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് goal setting and self reflection? If it's clear, give me a thumbs up. If you have any doubts, please do ask me. Okay, so we are almost done with today's slides and today's topics. So എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ this is an open floor, you can ask. Okay, don't feel shy or don't feel inhibited thinking that ഇവിടെ ചോദിച്ചാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കണ്ട. This is the right place to make mistakes and ask any doubts. Okay, so just നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കുക. പ്രൊഫഷണൽ റൈറ്റിംഗിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇമെയിൽസ് ആൻഡ് റിപ്പോർട്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലിസണിങ് സ്ട്രാറ്റജീസ് ഒന്നും മൈൻഡിൽ റിവൈസ് ചെയ്ത് നോക്കുക. ലിസൺ ചെയ്യുന്നു, നോട്ട് ടേക്ക് ചെയ്യുന്നു, മെയിൻ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, സമ്മറി എഴുതുന്നു. കമ്മിങ് ടു സ്പീക്കിംഗ് ഫ്ലുവൻസി ടെക്നിക്സ്, വൊക്കാബുലറിയിൽ ഓക്കെ ആണോ? ടോൺ, പേസ്, പ്രൊനൗൺസിയേഷൻ, ബോഡി ലാംഗ്വേജ് എല്ലാം ഓക്കെ ആണോ? Can anyone just share your learning experience in English enrichment program? അത്യാവശ്യം ഫ്രം ദ ബിഗിനിങ് ഉള്ള ആരെങ്കിലും?
ഫ്രം ഡേ 1 എന്നല്ല, ബട്ട് ബിഫോർ ഡേ 50 ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു? ഇപ്പൊ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം. ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പോലെ, ഹൗ ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് എന്തായിരുന്നു ബട്ട് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ, കുഴപ്പമില്ല. എനിവൺ ചാറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലെറ്റ് യു അൺമ്യൂട്ട്. ഐഡ് വെരി മച്ച് ലൈക്ക് ടു ഹിയർ ഫ്രം യു ഓൾ. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ബാക്കിയുള്ള 40 പേരെ കൊണ്ടും സംസാരിപ്പിച്ചാണ്. ബട്ട് സിൻസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ടൈം, I want any one of you. Grammar is not okay, ma'am. Please help me to find it. I missed a lot of classes. So our classes ellam cover cheyyutto. Okay, Shiju. Yes, my dear Shiju. Shiju ano Shaiju ano enki orppilla. ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. I've given you the access. Please unmute. Ayo, just one more time. Please unmute. Yes. ഒന്ന് self ഒന്ന് introduce ചെയ്തിട്ട് പറഞ്ഞോളൂ ട്ടോ. Good evening to all. Yeah. My name is Shiju Joseph. See, I just joined in this course around 3 months before. I didn't listen to this course, didn't listen to this program every time. Instead of that, I had some chances to listen to this or attend to this in Live sessions. different times only. Okay. So why did I join this course? You see, I had a chance to migrate to this country UK. Then at the time I understood that this is very important, speaking, listening, and that means improve my language. For this Yes. purpose, I joined in this course. I just thought that see if I join, I can do some, I can improve my language, as well as it would help me to do the job also. Okay. Here, if he cannot communicate, if I cannot communicate, I cannot do the work. This is the situation here. So at least Yes. I had to understand what those people talking. I get your point, Shiju, very much. I'm very sorry to interfere in between. But ഒന്നും കൂടെ ഷോർട്ട് ആക്കിയിട്ട് can you please tell how did this EP journey have helped you എന്നുള്ളതൊന്ന് പറയോ? നമുക്ക് ടൈമിന്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇടയിൽ കയറിയത്. I would very much like to listen to you. Okay. അത് ഇത് എന്നെ സഹായിച്ചത് ഗ്രാമർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഗ്രാമർ ദിസ് ഇസ് it was very helpful to me for improving my grammar. Without grammar, without structure, how can we form the sentence? So എന്നെ സഹായിച്ചതാണ് കുറെയൊക്കെ നടന്നത്. ആ ഒരു ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണ് എന്നെ പൂർണ്ണമായിട്ടും സഹായിച്ചത്. പിന്നെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് ഈ പറയുന്ന നിങ്ങൾ ലിസണിങ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സന്റ് ഒക്കെ തീർത്തും ഡിഫറെന്റ് ആണ്. നമ്മള് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിച്ചു. അപ്പം പിന്നെ ഇത് മൂവി വാച്ച് ചെയ്തും പിന്നെ കുറെയൊക്കെ ശ്രദ്ധിച്ചും ഒക്കെയാണ് ഇത് ചെയ്തത്. ലാംഗ്വേജിന്റെ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം നമ്മളെ എന്താ പറയുന്നത് സഹായിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ചേർന്നത് ഈ ഗ്രാമറിൽ ഇത്ര കോഴ്സുകൾ ചെയ്യുക എന്ന് പറയുന്നത്, ഇത് അറ്റൻഡ് ചെയ്തെന്ന് പറയുന്നത് തന്നെ എന്താ വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇപ്പം ചില കാര്യങ്ങളും കൂടെ ഉണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പൊ ഞാൻ കുറച്ച് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോക്കസിങ് ആൻഡ് ലിങ്കിങ്, അതുപോലെ തന്നെ ബാലൻസിങ്, കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതുണ്ടല്ലോ. ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ക്ലാസ്സും കൂടെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിന്ന് മെന്ററോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. കാരണം നമുക്കത് കൃത്യമായിട്ട് അറിയണം. സ്ട്രക്ചറിങ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്. അത് ഇപ്പം കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നത്, ഇപ്പൊ നമുക്ക് ഓൺ ദ കോൺട്രറി, ക്വൈറ്റ് ഓപ്പോസിറ്റ്, ഇങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ
അപ്പൊ അത് നമുക്ക് എവിടെ കറക്റ്റ് ആയിട്ട് ഇപ്പം ഒരു കൺക്ലൂഷൻ വരുവാണെങ്കിൽ ടു സമ്മിങ് അപ്പ് ഇൻ കൺക്ലൂഷൻ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇത് Yes, yes, നമുക്ക് yes. കറക്റ്റ് I understand. അതാണ് ഇനിയിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. കാരണം ഒരു എസ്സേ എഴുതുവാണെങ്കിൽ ഒരു സ്പീച്ച് ചെയ്യുവാണെങ്കിൽ നമ്മളത് എവിടെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് നമുക്ക് ഇപ്പോഴും വലിയ പിടുത്തമില്ല. Okay, thank you so much for this, Shiju. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. I'll discuss it with the team. Okay, thank you so much for that. പിന്നെ Okay. ഇമ്പ്രൂവ് ചെയ്യാൻ ഒറ്റ കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം എന്താണെന്ന് ഇങ്ങനെ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ഇമ്പ്രൂവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അരമണിക്കൂറിന്. കാരണം എല്ലാവരും സംബന്ധിച്ചിടത്തോളം നല്ല പേടിയാണ് എന്താണെന്ന് ഈ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിങ്ങനെ വെറുതെ നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സംസാരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ Yes, നമ്മുടെ yes. Yeah. മാനേജേഴ്സിനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരിക്കലും എന്താണെന്നത് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ സംസാരം എപ്പോഴും സുഹൃത്തുക്കളോട് സംസാരിച്ചോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ നമുക്ക് തീരെ അറിയത്തില്ലാത്തവരോട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നത്. അറിയാവുന്നവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പുറകോട്ട് പോകും. അത് ഇങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞ ഓട്ടോമാറ്റിക്കലി ആ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ സംസാരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു. Thank you so much, Shiju. Okay. Thank you so much. That was a very insightful one. Okay. അപ്പൊ ഇതേപോലെ ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്തെങ്കിലുള്ളതും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യുന്ന ഇപ്പോഴാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ആൻഡ് അതുപോലെ ഷിജുനെ പോലെ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരോ അതല്ല മറ്റേതെങ്കിലും കൺട്രീസിലോ ഉള്ളവർ ഇതുപോലെ അവരുടെ ആക്സെന്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷിജു പറഞ്ഞ ഒരു പോയിന്റ് തന്നെയായിരിക്കും നിങ്ങൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുക. വാച്ച് മൂവീസ് വിത്ത് സബ് ടൈറ്റിൽസ്. ഓക്കെ, അതായത് ഇപ്പോ ഐ ഗോട്ട് എ ഗോ എന്താണ് UK കുറച്ചും കൂടെ എന്തായിരിക്കും നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷിനേക്കാളൊക്കെ വിട്ട് കുറച്ചുകൂടെ വളരെ ഇൻഫോർമൽ ആയിരിക്കും. അതായത് ഈവൻ ഇൻ ഫോർമൽ സിറ്റുവേഷൻസ് എന്തായിരിക്കും ഐ ഗോട്ട് എ ഗോ, ഞാൻ പോവാൻ പോവുകയാണ്, ഗോയിങ് ടു ലീവ് എന്നതിന് പറയുന്നതാണ് ഐ ഗോട്ട് എ ഗോ. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇവരെന്തായി പറയുന്നേ. അതേപോലെ വേർഡ്സ് വൊക്കാബുലറിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മളുടെ നാട്ടില് ക്ലോസറ്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റിലുള്ള ഒരു സംഗതിയാണ്. ബട്ട് UK US എന്തായിരിക്കും ക്ലോസറ്റ് എന്ന് പറയുന്നത് ഇസ് ആൾട്ടർനേറ്റ് ഓഫ് വാർഡ്രോബ് അല്ലെങ്കിൽ നമ്മുടെ കബേർഡ് എന്നതിന് പറയുന്നതാണ് മൈ ഡ്രസ് ഇസ് ഇൻ ദ ക്ലോസറ്റ്. അപ്പൊ ആ ഒരു യൂസേജ് അറിയാത്ത ഒരാൾ എന്താണ് ഞെട്ടി നിൽക്കും, ഇവരെന്താ ഈ പറയുന്നത്. ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടപ്പോ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. സോ ഇത്തരത്തിൽ കോൾ ദ കോപ്സ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു മൈഗ്രേറ്റ് ടു എനി കൺട്രി or if you are in a different country, please try to follow the vocabulary they use. അത് ഈ മൂവീസിൽ നിന്നും സീരീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ അഖിൽ റോയ് ചോദിച്ചിട്ടുണ്ട്, ഇസ് നോട്ട് എ ന്യൂബി ബട്ട് ഒരുപാട് ക്ലാസ്സുകൾ മിസ് ഔട്ട് ആയിട്ടുണ്ട്, എങ്ങനെ ക്യാച്ചപ്പ് ചെയ്യും എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ക്യാൻ ആസ്ക് യുവർ മെന്റർ വെദർ EP-യുടെ അടുത്ത സെഷൻ Day 1 തൊട്ട് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് ചോദിക്കുക. ഇഫ് ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടിങ് ഇൻ ദ നിയർ ഫ്യൂച്ചർ, നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞു പോയ എല്ലാം എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ യുവർ ആപ്പ്. അത് ഡെയിലി ടാസ്കുകളാവട്ടെ ലൈവ് സെഷൻസ് ആവട്ടെ എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അഖിൽ റോയ് മെസ്സേജുകൾ ഡയറക്റ്റ് അയക്കാതെ ലൈക്ക് ടു എവ്രി വൺ എന്നുള്ള ഓപ്ഷനിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എവ്രി വൺ കൻ സീ ദ ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. I had some intermediate knowledge in English speaking, listening and writing, but now I feel like I'm stuck at that intermediate level. I want to go for the higher levels, ma'am. ഓക്കെ, അതിന് എന്താണ് പറയാ, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഹയർ ലെവൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഇൻ അക്കാഡമിക് കോണ്ടെക്സ്റ്റ് ആണോ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ് ആണോ, ഫ്രം പ്രൊഫഷൻ ടു പ്രൊഫഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വൊക്കാബുലറി കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. ഇപ്പോ ചില പ്രൊഫഷനിലൊന്നും നിങ്ങൾ എന്താണ് ഇമെയിൽസും നിങ്ങളൊരു ഓഫീസ് ജോബ് ഒന്നും അല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഇമെയിൽസും റിപ്പോർട്ട്സ് ഒന്നും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. പക്ഷെ ഇഫ് യു ആർ ഇൻ എൻ HR പൊസിഷൻ എന്താണ് നിങ്ങൾക്ക് നിരന്തരം ഇമെയിൽസ് അയക്കുകയും റിപ്പോർട്ട്സ് തയ്യാറാക്കേണ്ടിയും വരും. ഓക്കെ, സോ നിങ്ങളുടെ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസും ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുക. ആൻഡ് ഇന്ന് നമ്മൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസും ഫ്രീ മെറ്റീരിയൽസും അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഫിംഗർ അവൈലബിൾ ആണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, I just want to get an answer from all of you. That is, which area do you feel you need the most improvement before the assessment? നമ്മൾക്കൊരു വലിയ എക്സാം വരാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഈ വീക്ക്ലി അസസ്മെന്റ് പോലെ ഇനി 150 ഡേയ്സിന്റെ പോർഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് വരാൻ പോകുന്നുണ്ട്. സോ അതിന് മുമ്പായിട്ട് which is the area you need most improvement, അല്ലെങ്കിൽ ഇനിയും കുറെ ഒരുപാട് ഇംപ്രൂവ്മെന്റിന് വലിയ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആയിട്ട് തോന്നുന്നത് എന്താണ്? ജസ്റ്റ്
റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിംഗ്, സ്പീക്കിംഗ് ആ മേജർ ഏരിയയിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ സ്പെസിഫിക് ആയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. ദാറ്റ് ഇസ് ഇപ്പോ റീഡിംഗ് ബ്രാക്കറ്റിൽ എന്താണ്, ഐ എം നോട്ട് ഏബിൾ ടു ഗ്രാസ്പ് ദി എക്സാക്ട് മീനിങ്. ഇപ്പൊ റൈറ്റിംഗിലാണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഏബിൾ ടു follow punctuations. Listening-laണെന്നുണ്ടെങ്കിൽ I'm not able to grasp complex topics. Speaking, I am not able to get back the vocabulary even if I've memorized them. എന്നിങ്ങനെ എന്താണ് നിങ്ങളുടെ സ്പെസിഫിക് ഇഷ്യൂ എന്നുള്ളത് കൂടെ ചാറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, വിച്ച് ഇസ് ദ മേജർ സ്കിൽ ആൻഡ് വിച്ച് ഇസ് ദ സ്പെസിഫിക് പ്രോബ്ലം. ഒന്ന് ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പറയോ. I want to get 27 replies. ഏത് സ്കില്ലിൽ ഏത് ഇഷ്യൂവിലാണ് നിങ്ങൾക്ക് ഇനി ഒരു വലിയ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉള്ളത് എന്ന്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വി കൻ ഫോക്കസ് മോർ ഓൺ ദാറ്റ്. ഓക്കെ, അവിടെ സ്പെസിഫിക് ആയിട്ട് സ്പീക്കിങ്ങിൽ എന്താണ് പ്രശ്നം? അതാ ഞാൻ പറഞ്ഞത്, സ്പെസിഫിക് ആയിട്ട് പറയൂന്ന്. ഐ നീഡ് ടു ഇംപ്രൂവ് ഇൻ സ്പീക്കിംഗ്. സ്പീക്കിങ്ങിൽ എന്താണ് പ്രശ്നം? കോൺഫിഡൻസ് ആണോ പ്രശ്നം? വേർഡ്സ് കിട്ടാത്തതാണോ പ്രശ്നം? ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇല്ലാത്തതാണോ പ്രശ്നം? പ്ലീസ് ടെൽ മീ ഇൻ ഡീറ്റെയിൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ അത് കൃത്യമായി ഫോളോ ചെയ്ത് റിപ്ലൈ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ലേ? സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അക്ഷയ് പ്ലീസ് മേക്ക് ഇറ്റ് സ്പെസിഫിക്. ലിയ സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്യൂ. അതുൽ മാത്യു, അഖിൽ റോയ്. ഗ്രാമർ, ഐ നീഡ് ടു ഇംപ്രൂവ് ദി പാസ്റ്റ്, present, future tenses to produce in a sentence. Okay. To use in a sentence. Okay. Akhil Roy, vocabulary, words, and sometimes grammar. Okay, I would like to improve vocabulary. Okay. Making sentences, like to concise the sentence is difficult. Okay, to concise the sentence in the paraya, to create a concise sentence. Okay, vocabulary, speaking the grammar mistake. Okay, speaking problem, grammar mistake and vocabulary. Okay. Thank you so much. Okay. അധികം ആൾക്കാർക്കും ഗ്രാമറും വൊക്കാബുലറി ആണ് മെയിൻ പ്രശ്നം അല്ലേ? ഓക്കെ, സോ ഐ തിങ്ക് ബിഗിനിങ് ക്ലാസ്സസ്, അതായത് നമ്മൾ വെരി ബിഗിനിങ് നമ്മൾ ഈ സെന്റൻസ് സ്ട്രക്ചറും ഗ്രാമറൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റീവാച്ച് ചെയ്താൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് വിൽ ഡിസ്കസ് മോർ ആൻഡ് ദെൻ ബിഫോർ ദ ഫൈനൽ അസസ്മെന്റ് എല്ലാവരും മോക്ക് അസസ്മെന്റ്, അതായത് നിങ്ങളുടെ വീക്ക്ലി അസസ്മെന്റ് ചെയ്യുക. Reading, you'll have a summarizing a complex text. Writing, you'll have a formal email or report. In listening task, you'll have to identify key points from an audio clip. In speaking, you'll have to deliver a short speech or answer formal questions. Okay, so in mock test in the time, what you have to focus is on managing time effectively. Reading, if 1 hour assessment reading half an hour spend ചെയ്താൽ ബാക്കി 3 ടാസ്കുകൾ നിങ്ങൾ 10 മിനിറ്റ്സിൽ തീർക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ either 15 അങ്ങനെ ഡിവൈഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ടാസ്ക് വളരെ ഈസിയാണ്, 10 മിനിറ്റ്സിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയാൽ അടുത്തൊരു ടാസ്കിന് നിങ്ങൾക്ക് 15 or 20 മിനിറ്റ്സ് അലോട്ട് ചെയ്യാം. ഓക്കെ, സോ ടൈം മാനേജ്മെന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ് ഓൺ ദാറ്റ്. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് വീക്ക് ജസ്റ്റ് അസസ്മെന്റിനുള്ള പ്രിപ്പറേഷനും ടിപ്സും ടെക്നിക്സും മാത്രമായിരിക്കും. വേറെ പുതിയ ഇൻപുട്സ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല. സോ നിങ്ങൾ ഈ ഒരു ടൈം മാക്സിമം റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. റിവ്യൂ യുവർ ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് കീ ടെക്നിക്സ് ഫ്രം പ്രീവിയസ് വീക്സ്. പ്രാക്ടീസ് റീഡിംഗ് ആൻഡ് ലിസണിംഗ് ടാസ്ക്സ് ഡെയിലി. ഓക്കെ, ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾ ഇപ്പൊ റീഡിംഗ് ആൻഡ് ലിസണിംഗ് തന്നെ ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ് അതൊന്ന് നിങ്ങൾ മെച്ചപ്പെടുത്തുക. റെക്കോർഡ് സ്പീക്കിംഗ് എക്സസൈസസ് ആൻഡ് റിവ്യൂ ഫോർ ഇംപ്രൂവ്മെന്റ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ടുഡേ. It is important to review all of your skills and all the activities you've done before attending the comprehensive assessment. And please note, consistent practice will lead to measurable improvement and success in the final assessment. നിങ്ങൾ ഡെയിലി അസസ്മെന്റുകൾ, ഡെയിലി ടാസ്കുകൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ വീക്ക്ലി വൺസ് ഈ ഒരു ലൈവ് സെഷൻ മാത്രം അറ്റൻഡ് ചെയ്തതുകൊണ്ട് വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, ആരോ വരുന്നു, എന്തോ പറയുന്നു, പോകുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മളുടെ ഓരോ വീക്ക്ലി ലൈവ് സെഷൻ എന്ന് പറയുന്നത് ഡെയിലി ടാസ്കുകളുടെ റിവ്യൂസ് ആണ്. ഓക്കെ, സോ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് ബിഫോർ വി വൈൻഡ് അപ്പ്, ഐ വിഷ് യു ഓൾ എ വണ്ടർഫുൾ ഇയർ അഹെഡ്. ഓക്കെ, ഐ ട്രൂലി ഹോപ്പ് and pray that all your dreams come true and all of you will be able to achieve your goals. നിങ്ങൾ എന്ത് ഗോൾസ് ആവട്ടെ, ഈ ഇംഗ്ലീഷ് ലേണിംഗ് എന്നതല്ല, മറ്റെന്ത് ഗോൾസ് ആയാലും നിങ്ങൾ
കൃത്യമായ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അതിനുവേണ്ടി ട്രൈ ചെയ്ത് അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഗോയിങ് ടു ഹെൽപ്പ് യു. പ്ലീസ് അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നാളെ നീളെ നിങ്ങളുടെ സ്കിൽസിനെയും ടാലന്റിനെയും എല്ലാം വളരെയധികം നശിപ്പിക്കാൻ പോകുന്ന, നമ്മൾ എന്ന വ്യക്തിനെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു ടോക്സിക് ട്രെയ്റ്റ് ആണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളത്. നാളെ ചെയ്യാം ആ നാളെ ഒരിക്കലും വരില്ല. ഓക്കെ, so with that I'm winding up. Thank you all for joining, and every small efforts will bring you closer to mastery, so keep practicing, and once again wishing you all happy new year. Good night and take care. Thank you all for the wishes.